എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ മാസത്തിൽ ചിങ്ങക്കൂറുകാരുടെ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രമുള്ള ചിങ്ങക്കൂറുകാരുടെ മാസഫലത്തെക്കുറിച്ചാണ്. ഈ ജൂൺ മാസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അതീവ ശ്രദ്ധയൊക്കെ വേണ്ട ഒരു കാലഘട്ടമാണ്. ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളാണ് ഈ മാസം ദൃശ്യമാകുന്നത്. നിങ്ങളുടെ തൊഴിൽ എങ്ങനെ പോകും, ബിസിനസ് എങ്ങനെ പോകും, സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെല്ലാം ഈ ഗ്രഹസ്ഥിതിയൊക്കെ അനുസരിച്ച് എങ്ങനെ മാറുമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കാരണം അവസാന ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാന പരിഹാര മാർഗങ്ങളും പറയുന്നുണ്ട്. ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ രാശ്യാധിപനായ സൂര്യൻ ജൂൺ 15 വരെ 10-ാം ഭാവമായ ഇടവത്തിലും അതിനുശേഷം 11-ാം ഭാവമായ മിഥുനത്തിലും സഞ്ചരിക്കുന്നുണ്ട്. ബുധനും ശുക്രനും 11-ാം ഭാവമായ മിഥുനത്തിൽ തുടരുകയാണ്. വ്യാഴം ജൂൺ 2-ന് രാശി മാറി നിങ്ങളുടെ 12-ാം ഭാവമായ കർക്കിടകത്തിൽ ഉച്ചസ്ഥനായിട്ടാണ് വരുന്നത്. കേതു 1-ാം ഭാവമായ ചിങ്ങത്തിൽ തന്നെ നിൽക്കുന്നു. രാഹു 7-ാം ഭാവമായ കുംഭത്തിലാണ് നിൽക്കുന്നത്. ശനി 8-ാം ഭാവമായ മീനൻ രാശിയിലാണ്. ഈ ഒരു ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ കരിയറിലും സാമ്പത്തികത്തിലുമൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വ്യക്തിജീവിതത്തിലും ആരോഗ്യത്തിലും കടുത്ത ജാഗ്രതയൊക്കെ പുലർത്തേണ്ട ഒരു മാസമാണ്. ആദ്യമായി തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിങ്ങക്കൂറുകാർക്ക് കരിയറിൽ ഈ മാസം വളരെ മികച്ച ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ രാശിയാധിപനായ സൂര്യൻ 10-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് തൊഴിലിലൊക്കെ വലിയ പുരോഗതിയൊക്കെ തരുന്നതാണ്. സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലൊക്കെ ഉള്ളവർക്കും പദവിയിൽ ഉയർച്ചയോ അനുകൂലമായ സ്ഥലം മാറ്റമോ പുതിയ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ ലഭിക്കുന്നതാണ്. ജൂൺ 15-ന് ശേഷം സൂര്യൻ 11-ലേക്കൊക്കെ മാറുന്നതോടെ കഠിനാധ്വാനത്തിനൊക്കെ തക്കതായ അംഗീകാരവും പ്രശംസയും ഒക്കെ ലഭിക്കുന്നതാണ്. ഇനി ബിസിനസ്സുകാരുടെ കാര്യം നോക്കാം. നിങ്ങളുടെ 7-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാലും അഷ്ടമശനി ഒക്കെ ഉള്ളതിനാലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ജാഗ്രത പുലർത്തണം. പങ്കാളിയുമായിട്ടൊക്കെ പണമിടപാടുകളൊക്കെ ഒരു സുതാര്യതയൊക്കെ പുലർത്തുക. പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവെക്കുമ്പോൾ കൃത്യമായിട്ടൊക്കെ അത് വായിച്ചൊക്കെ മനസ്സിലാക്കുക. വിദേശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് 12-ൽ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇനി സാമ്പത്തിക സ്ഥിതി നോക്കിയാൽ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം സാമ്പത്തികമായി വലിയ ആശ്വാസം നൽകുന്ന ഒരു മാസമാണ്. 11-ാം ഭാവത്തിൽ ബുധനും ശുക്രനും ഒക്കെ നിൽക്കുന്നതും ജൂൺ 15-നൊക്കെ ശേഷം സൂര്യനൊക്കെ അവിടെ എത്തുന്നതും ഒരു ധനയോഗം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നിലധികം മാർഗങ്ങളിലൂടെയൊക്കെ പണം കയ്യിൽ വന്നു ചേരാം. അതുപോലെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്കൊക്കെ ഒരു വഴി തുറക്കുന്നതാണ്. ലോണുകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ എളുപ്പത്തിൽ പാസ്സാകുന്നതുമാണ്. എന്നാൽ വ്യാഴം 12-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നതിനാൽ ചെലവുകളും അതിനൊപ്പം ഉണ്ടാകുന്നതാണ്. അഷ്ടമശനിയൊക്കെ ഉള്ളതിനാൽ അനാവശ്യമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും മെഡിക്കൽ ചിലവുകൾക്കോ ഒക്കെ പണം കണ്ടെത്തേണ്ടതായും വന്നേക്കാം. അതിനാൽ പണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ബഡ്ജറ്റൊക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് കുടുംബജീവിതത്തിലേക്ക് വരാം. ഈ മേഖലയിലാണ് ചിങ്ങക്കൂറുകാർ ഈ മാസം ഏറ്റവും കൂടുതൽ ക്ഷമ പാലിക്കേണ്ടത്. 7-ാം ഭാവത്തിൽ രാഹുവും 8-ൽ ശനിയും ഒക്കെ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ അസ്വാരസ്യങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒക്കെ കാരണമാകാം. പങ്കാളിയോടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. ചെറിയ പ്രശ്നങ്ങളെ ഒക്കെ ആണെങ്കിലും അതിനെ വലിച്ചിഴച്ച് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലഗ്നത്തിലൊക്കെ കേതുവൊക്കെ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാനും അതുപോലെ ഉൾവലിയാനും ഒക്കെ ഒരു തോന്നലുണ്ടാകാം. ഇത് കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസമൊക്കെ ഉണ്ടാക്കിയേക്കാം. എന്നാൽ 11-ലെ ശുക്രൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ സുഹൃത്തുക്കളിൽ നിന്നും മൂത്ത സഹോദരങ്ങളിൽ നിന്നുമൊക്കെ മാനസികമായ പിന്തുണയൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ ജൂൺ മാസം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. ബുധൻ 11-ാം ഭാവത്തിലൊക്കെ ബലമായിട്ടൊക്കെ നിൽക്കുന്നതിനാൽ ഏകാഗ്രതയൊക്കെ വർദ്ധിക്കും, ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതാണ്. ഉപരിപഠനത്തിനായിട്ടൊക്കെ തയ്യാറെടുക്കുന്നവർക്കും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായ വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുന്നതാണ്. വ്യാഴം 12-ലൊക്കെ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നത് ഇതിനൊക്കെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ പൂർണ്ണ പിന്തുണ നൽകുന്നതാണ്. എങ്കിലും അഷ്ടമശനി കാലഘട്ടമുള്ളതിനാൽ പഠനകാര്യത്തിൽ അലസത ഒട്ടും കാണിക്കുകയും വരുത്.
കൃത്യസമയത്തെ പ്രൊജക്റ്റുകളും അസൈൻമെൻറ്റുകളും ഒക്കെ തീർക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിങ്ങക്കൂറുകാർക്ക് ആരോഗ്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുതാത്തൊരു മാസമാണ് ജൂൺ മാസം. ലഗ്നത്തിൽ കേതുവും 8-ൽ ശനിയുമൊക്കെ നിൽക്കുന്ന സമയമാണിത്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളേക്കാൾ മാനസികമായ ഉത്കണ്ഠ, അനാവശ്യമായ ഭയം, അതുപോലെ ഉറക്കക്കുറവ് എന്നിവയൊക്കെ നിങ്ങളെ അലട്ടിയേക്കാം. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമിത വേഗതയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ദൂരയാത്രകളിലൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. അതുപോലെ കൃത്യമായ ഭക്ഷണക്രമമൊക്കെ പാലിക്കുക. ഇല്ലെങ്കിൽ ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി ഈ മാസത്തെ അഷ്ടമശനിയുടെയും രാഹുകേതുക്കളുടെയും അതുപോലെ വ്യാഴം 12-ൽ നിൽക്കുന്നതുമായ ദോഷങ്ങളൊക്കെ കുറയ്ക്കാനും ജോലിയിലൊക്കെ നേട്ടങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അഷ്ടമശനിയുടെ ദോഷശാന്തിക്കായി ശനിയാഴ്ചകളിലെ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുക. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. രാഹുകേതുക്കളുടെ ദോഷങ്ങൾക്ക് കേതുവിനായിട്ട് ഗണപതി ഹോമം ഒക്കെ പക്കപ്പിറന്നാൾ തോറും നടത്തുക. ഗണപതിക്ക് കറുകമാലയോ അല്ലെങ്കിൽ മോദകം വഴിപാടോ ഒക്കെ നടത്താവുന്നതാണ്. അതുപോലെ രാഹുവിനായിട്ട് ദേവീക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. അതുപോലെ വ്യാഴം 12-ലൊക്കെ നിൽക്കുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. വിഷ്ണു സഹസ്രനാമമൊക്കെ ദിവസവും ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ചുരുക്കത്തിൽ ആരോഗ്യത്തിലും കുടുംബത്തിലും അല്പം ക്ഷമയും ജാഗ്രതയും ഒക്കെ പുലർത്തിയാൽ കരിയറിലും ധനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കാൻ ചിങ്ങക്കൂറുകാർക്ക് ഈ 2026 ജൂൺ മാസത്തിൽ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.